നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെ കർക്കിടകൂറുകാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. രവി മാസാരംഭത്തിൽ കർക്കിടകത്തിലാണ്. ഓഗസ്റ്റ് 17 സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് മാറി വരികയാണ്. കുജൻ ഇടവത്തിലും ആഗസ്റ്റ് 2 മിഥുനത്തിലേക്കും മാറുകയാണ്. ബുധൻ മാസാരംഭത്തിൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലും 5 കർക്കിടകത്തിലേക്കും 22 ചിങ്ങത്തിലേക്കും മാറി വരുന്നു. ശനി മീനത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചരാശിയായ കന്നിയിലുമാണ്. കുജൻ 2 ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ബുധൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും 5 ശത്രുക്ഷേത്രത്തിലേക്ക് മാറുകയും 22 വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്ക് വരികയുമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രക്ഷേത്രത്തിലുമാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം അടങ്ങിയ കർക്കിടകൂറുകാർക്ക് 2026 ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വം കൂടുന്ന സമയമാണ്. ജോലി അവസരങ്ങൾ ഉണ്ടാവുന്നതും പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. ജോലിയിടങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് ഈ സമയത്ത് ഗുണകരമായിരിക്കും. ജോലി വഴി വരുമാനം കൂടുതൽ ഉണ്ടാവുവാനും നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുവാനും കഴിയുന്ന സമയമാണ്. സാമ്പത്തികമായി ആദ്യ പകുതി അത്ര ഗുണകരമല്ലെങ്കിലും രണ്ടാം പകുതി വളരെയധികം നല്ലതാണ്. ചിലവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. വിവിധ രീതിയിലുള്ള വരുമാനം ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. എന്നാൽ വരുമാനത്തിനനുസരിച്ച് ചിലവ് കൂടി വർദ്ധിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായി ഒരു അച്ചടക്കം ആവശ്യമാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ വളരെയധികം നല്ല സമയമാണ്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് ടെൻഷൻ ഒഴിവാക്കേണ്ടതുണ്ട്. തക്കതായ സമയത്ത് അനുയോജ്യമായ ചികിത്സ ചെയ്താൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. പ്രണയിക്കുന്നവർക്കും കൂടുതൽ അനുകൂലമായ സമയമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാരണക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സംസാരിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേഷ്യം, എടുത്തുചാട്ടം ഒക്കെ ഒഴിവാക്കി പരസ്പരം ഐക്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അലസതയും ഏകാഗ്രതക്കുറവും ശ്രദ്ധക്കുറവും ഒക്കെ ഈ സമയത്ത് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. എന്നിരുന്നാലും വിദ്യാ തടസ്സം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനും ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും സാധ്യതയുണ്ട്. ആത്മീയത കൂടുന്ന ഒരു സമയമാണ്. വളരെ നാളായി ആഗ്രഹിക്കുന്ന പുണ്യക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനു വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ ഗുണകരമായിരിക്കും.